10ാം ക്ലാസ് മുതൽ UPSC പരീക്ഷകൾക്ക് വരെ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്മാർട്ട് മെത്തഡാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. റാങ്ക് ഫയലും ടെക്സ്റ്റ് ബുക്കും ഒക്കെ വായിച്ചും യൂട്യൂബിൽ വീഡിയോ കണ്ടുമൊക്കെ നോട്ട്സ് തയ്യാറാക്കാൻ ഒരുപാട് സമയം വേസ്റ്റ് ആക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരുപാട് PSC പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഹോർത്തൂസ് മലബാറിക്സ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് എങ്ങനെ കീവേഡുകളാക്കി മാറ്റാമെന്ന് നോക്കാം. നമുക്ക് പഠിക്കാനുള്ള എല്ലാ വസ്തുതകളിലും ഒരു കീവേഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ കീവേഡാണ് നമ്മുടെ മാർക്ക് തീരുമാനിക്കുന്നത്. ഈ കീവേഡുകൾ കണ്ടെത്തി അതുപയോഗിച്ചൊരു നോട്ട് തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതുപോലെ കീവേഡുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും പഠിക്കുവാനും സാധിക്കും. ഇനി ഈ കീവേഡുകൾ വെച്ചുകൊണ്ട് മാത്രം എങ്ങനെയാണ് സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്സ്. കേരള ആരാമം എന്നും അറിയപ്പെടുന്നു. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവന. ലാറ്റിൻ ഭാഷയിലാണ് അച്ചടിച്ചിരിക്കുന്നത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്സ്. രചിച്ചത് വാൻ റീഡ്. പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നും. ഹോർത്തൂസ് മലബാറിക്സിന്റെ രചനയിൽ സഹായിച്ച മലയാളിയായ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഇതിൽ സഹായിച്ച മറ്റുള്ളവരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. കൂടാതെ ഇതിന്റെ രചനയിൽ സഹായിച്ച പുരോഹിതനാണ് ഫാദർ മാത്യൂസ്. ഇതിലെ ചിത്രങ്ങൾ വരച്ചതും ഫാദർ മാത്യൂസ് ആണ്. 742 സസ്യങ്ങളെ പറ്റിയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ സസ്യമാണ് തെങ്ങ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്കുകൂടിയാണ് തെങ്ങെന്ന് പറയുന്നത്. അവസാനം പ്രതിപാദിച്ചിരിക്കുന്നത് ആൽമരത്തെ പറ്റിയാണ്. ഹോർത്തൂസ് മലബാറിക്സ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാലാണ്. 2020 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. വളരെ എഫക്റ്റീവായതും അതുപോലെ റിവിഷൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തഡാണിത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കീവേഡ് ഉപയോഗിച്ച് ഇതുപോലെ ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാം. അപ്പോൾ പഠിച്ച് കയറി വാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.